പുള്ളിയുടെ വീട് ചെറിയ വീടാണ്. പാറമട കഥ കേട്ടോട്ടാ. നിങ്ങൾ ആരും സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് മാത്രം അങ്ങനത്തെ ലെക്കുണ്ടാവുള്ളൂ. അങ്ങനെ പുള്ളിയുടെ വീട് ചെറിയ ആസ്പത്രി, പാലക്കാടാണല്ലോ, മറ്റേ ഫോറസ്റ്റ് ഏരിയ ആണ്. പാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ബട്ടു എന്ന് കേട്ട് എത്രയോ വട്ടം എന്റെ ബട്ടു കേട്ടേക്കുന്നു. ബട്ടു ചേച്ചിയുടെ പാറമട കഥ മോള് കേട്ടിട്ടില്ലേ? ചേച്ചി പാറമടയിൽ പോയി പണിയെടുത്തത് അറിയത്തില്ലേ ആ കഥ? മേബിൾ നീ ഇപ്പൊ ഒന്നുകൂടെ കേൾക്കണമെന്ന് പറയട്ടെ. എന്റെ ബട്ടറൊക്കെ എത്രയോ കേട്ടിക്കുന്ന കഥ ഇല്ല ബട്ടു? ഞാൻ ഒന്നും കൂടെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കട്ടെ, റിപ്പീറ്റ് ആയിട്ടെ. ഒരുപാട് ടൈം കേട്ടു. ഒന്നും കൂടി എന്നെ മെറീസ എന്റെ മേബിള് കേട്ടിട്ടില്ലാന്ന്. മേബിളിന് വേണ്ടിട്ട് ചേച്ചിയുടെ കഥ പറഞ്ഞു കൊടുക്കട്ടെ, ആ പാറയിലുണ്ടായ കഥ. ഡായ് ഒന്നുകൂടെ കേട്ടോ, ഇവിടുന്ന് പോകണ്ട. വിളി ജമ്മു കേട്ടിട്ടില്ല, ജമ്മുവിനും കേൾപ്പിക്കണം. പാറമട കഥ കേട്ടോട്ടാ. ഓക്കെ, ഒന്നുകൂടി കേട്ടോ. ഞാൻ കേട്ടു, എന്നാലും ഒന്നും കൂടെ സൂചിച്ചോ, ഒന്നും കൂടെ കേട്ട് സൂചിക്കുന്നേ പാറമട കഥ. അപ്പം ഇത് കേൾക്കും, ഒന്നുകൂടെ സൂചിച്ചോ. അപ്പോ ഹോളേട്ടാ ഒന്നുകൂടെ സൂചിച്ചോ. ഓക്കെ, കള്ളു കുടിക്കുമ്പോൾ പറ്റിയ സുഖം കിട്ടും. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ്. അതായത് പാലക്കാട് ചെറിയ വീടാണ്. അപ്പൊ ചെറിയ വീട്ടില് അനിയനുണ്ട്, അനിയന്റെ ഭാര്യയുണ്ട്, അനിയന്റെ കുട്ടിയുണ്ട്. ഇവര് മൂന്നും ഒരു കുടുംബം. പിന്നെ തള്ളയുണ്ട്, ഒരു മാനസികരോഗ്യ തള്ള. ഇവര് നാലുപേരും ഒരു കുടുംബം. പിന്നെ ഞാനുണ്ട്, എന്റെ മൈരനുണ്ട്. മൈരൻ എന്ന് പറഞ്ഞാൽ കുടുംബം. എന്നെ കെട്ടിയെന്നല്ല തേവിടിച്ചിട്ട് അമ്മൈരൻ. ഇങ്ങനെ 6 പേര്, ചെറിയ വീട്ടിൽ 6 പേര്. ഓക്കെ, ആ വീട്ടിലുള്ളത് ശ്രദ്ധിക്കട്ട, 6 വീട്. ആ ചെറിയ വീട്ടിലുള്ളത് ഒരു റൂമും. 6 പേരുണ്ട് ഞങ്ങള്. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് ഞാൻ കഥ പറയില്ല. ഞങ്ങളുടെ വീട്ടില് തറവാടാണത്, പുള്ളിയുടെ വീട്. അവിടെ ഉള്ളത് ആ ഒരു റൂം. ഓക്കെ, ശ്രദ്ധിക്കണം, 6 പേരുണ്ട്, ഒരു റൂമാണ് ഉള്ളത്. ആ റൂമിനാണെങ്കിൽ വാതിലില്ല. വാതിലുണ്ട്, കുറ്റിയിടാൻ പറ്റില്ല, അങ്ങനത്തെ ചൊളിഞ്ഞ വീട്, ഒരു വാതിലാണ്. അങ്ങനെ ഒരു റൂമുണ്ടോ. കയറി ചെല്ലണത് ഒരു തിണ്ണയാ. ആ തിണ്ണ എന്ന് പറയുന്നത് മറന്നിട്ട് തിണ്ണ, നമ്മള് മുറ്റത്തുള്ള തിണ്ണയാണ്, അത് കൂട്ടണ്ട. പിന്നെ ഉള്ളൊരു ചെറിയ ഹാളാ. ഓക്കെ, ആ ഹാള് ചെറുതാ. ഒരു റൂമും ഒരു ഹാളും. റൂമില് അനിയനും അനിയന്റെ ഭാര്യയും അനിയന്റെ കുട്ടിയും കിടക്കും, അത് അവരാ റൂമിൽ. പിന്നെ ഉള്ളൊരു തള്ളയാ, ആ തള്ള ഹാളിൽ കിടക്കും. പിന്നെ ഞാൻ എന്റെ ഭർത്താവ് എവിടെ കിടക്കും? അടുക്കള കിടക്കാം. അടുക്കളയ്ക്ക് വാതിലില്ല, ഒന്നുമില്ല. അടുക്കള ചെറുതാ. ആ അടുക്കളയിൽ കിടക്കാൻ പറ്റുമോ? ഇങ്ങനെ കേൾക്കുന്നവർക്ക് കേട്ടോ പാറമട കഥ. നിങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞാണ് കഥ, പാറമട കഥ കേട്ടോ. ഓളോ നിങ്ങൾ കേട്ട് മടുത്താണ്, ഒന്നുകൂടെ കേട്ട് സൂചിച്ചോ. അപ്പൊ ഞങ്ങൾ എവിടെ കിടക്കും? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പായ വിരിച്ചിട്ട് ഇത് അയ്യോ അതൊക്കെ കഴിഞ്ഞിപ്പോ വേറെ കഥയായി. എന്റെ എമ്പോ അയ്യോ ആ കഥ കഴിഞ്ഞ്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്റെ പാറമട കഥ കേൾക്കണമെന്ന്. വയറിലായ കഥയുണ്ടല്ലോ എന്റെ പാറമട കഥ, ആ കഥ കേൾക്കണമെന്ന്. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ ചേച്ചിന്ന്. പക്ഷെ ആ പാറമട കഥ ഭയങ്കര ഹിറ്റായി. എനിക്ക് മാത്രമേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് ആ കഥ ഒന്നുകൂടെ കേൾക്കണം. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ് ലിജിയുടെ പാറമട കഥ. അപ്പൊ ഇവർക്ക് ഒന്നും കൂടെ, ആ പ്രേക്ഷകർക്ക് എന്റെ മേവിളിന് ഒന്നുകൂടെ കേൾക്കാൻ മൂഡ്. അവള് നല്ല മൂഡിലിരിക്കുക. ചേച്ചി ആ കഥ ഒന്നുകൂടെ പറയൂ, എനിക്ക് ഒന്നുകൂടെ കേൾക്കണം. ഓക്കെ, അന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ, നിലാവുള്ള രാത്രി. നിലാവുള്ള ദിവസമാണ് ഈ പാറമട കഥ ആരംഭിക്കുന്നത്. ഹോള് കേക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബിബിൻ ചേട്ടാ, നമുക്ക് ഇവിടെ കിടക്കാം, തറ അടുക്കള കിടക്കാം, ഉള്ള സ്ഥലത്ത് കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പായ വിരിച്ച് കിടന്നു. ഏകദേശം ഒരു 12 മണി 1 മണി ആയപ്പം നല്ല മൂഡ്, നല്ല നിലാവല്ലേ, അതും നല്ല കാറ്റുകൾ ഇങ്ങനെ ആടുക. കൂ കൂ മരങ്ങളൊക്കെ ഇങ്ങനെ കിടന്നു. കശുമാവും തോട്ടം. ഇവരുടെ വീട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ. കേടാടിന്റെ സൗണ്ട്, എന്തൊക്കെയോ ഒരു സൗണ്ട്, എല്ലാം ഭയങ്കര കാറ്റ്. ഈ പാറയമൊക്കെ മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ച് ഈർപ്പം കെട്ടി നിൽക്കുന്ന തണുപ്പ്. ഇവരുടെ വീട് ഇവിടെ തൊട്ട് ബാക്കിൽ പാറയാ, തോടാണ്. മലയിന്ന് വെള്ളം ഒഴുകി വരുന്ന കുത്തനെ പൊന്മുടിന്ന് വെള്ളം ഒഴുകി കല്ലൊക്കെ ഇടിഞ്ഞു താഴെ വീണ് അതൊരു കുഴിയായിട്ട് നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത അന്തരീക്ഷം, നിലാവുള്ള രാത്രി. അന്ന് ഇവരനിയനും പെണ്ണുമ്പളൊക്കെ എപ്പോഴും എഴുന്നേക്കും. നമുക്ക് ബന്ധപ്പെടാൻ പറ്റുമോ? വീട് ചെറിയ വീടല്ലേ, ബന്ധപ്പെടാൻ പറ്റുമോ? അനിയനും പെണ്ണുമ്പളയും കുട്ടിയുടെ കിടക്കുമ്പം അമ്മ ഇപ്പുറം കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ ബന്ധപ്പെടും? എങ്ങനെ ബന്ധപ്പെടും? കക്കൂസിൽ പോയി ബന്ധപ്പെടാൻ പറ്റുമോ? കക്കൂസിക്ക് വാതിലില്ല. ബാത്റൂമിൽ പോയിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? എവിടെയെങ്കിലും പോയിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ് പാറയിൽ പോയിട്ട് ബന്ധപ്പെടാൻ. ഓക്കെ,
അങ്ങനെ ഇവരുടെ വീടിന്റെ ബാക്കിൽ നല്ല വിരിഞ്ഞ പാറയുണ്ട്. ആ തോട്ടിൽ വെള്ളമാണല്ലോ, തോട്ടിൽ കൂടെ എന്തായാലും ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ, വെള്ളമല്ലേ. അപ്പൊ വെള്ളത്തിന് മീതെ ഈ പാറകൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടപ്പുണ്ടാവും, നല്ല വീതിയുള്ളതും നീളമുള്ള പാറ. ഞങ്ങൾ പാറയിൽ പോയി. എന്നോട് നല്ല നിലാവുണ്ട്. വീടിന്റെ ബാക്കത്തിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അനിയനെങ്ങനെ ഇരുന്നിട്ട് കാണില്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് കുറച്ചങ്ങ് നീങ്ങി പോവാന്ന് പറഞ്ഞു. അതും രാത്രി 1 മണി 2 മണി നേരത്ത്. നല്ല വെട്ടമുണ്ട് കേട്ടോ, നല്ല നിലാവുള്ള വെട്ട. അങ്ങനെ പുള്ളി എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഞങ്ങൾ കുറെ അങ്ങ് നീങ്ങി കശുമാവും തൊടുത്തുകൂടെ നടന്ന്. അയ്യോ എടാ അക്കാടാ, എൻ്റെ മക്കളാണ് സത്യടാ. എൻ്റെ രാത്രി കഥ പറയണേ, എൻ്റെ ഹസ്ബൻഡും ഞാൻ തമ്മിലുള്ള ബന്ധപ്പെട്ട കഥ. മേബിള് കൂടെ ഉണ്ട്, മേബിള്. പക്ഷെ ആ കഥ ആർക്കും ഉണ്ടാവില്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. മേബിള് പ്ലീസ് കം. ഇതാ ഒരു വട്ടമൊന്നും അല്ല, കുറെ തവണ നടന്നേക്കണ്. ഞാൻ പറഞ്ഞുതരാം. മേബിള് പ്ലീസ് കം. മേബിളാണ് കഥ കേൾക്കേണ്ടത്. ജമ്മു ബാ നമുക്ക്. എനിക്ക് ബൈ കേട്ടാണ്, എനിക്ക് കാണാപ്പാടാന്ന്. ബട്ടറു മേബിള് കാണാപ്പാടാന്ന കഥ. എന്നാലും ചേച്ചി ഒന്നുകൂടെ പറയാം, ഹോൾഡേട്ടാ ഒന്നുകൂടെ പറയാം കേട്ടോ. കേൾക്കുന്ന പിള്ളേർ കേട്ടോട്ടെ, സൂയിക്കട്ടെ പാറപ്പട കഥ. അങ്ങനെ കുറച്ച് തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങള് പറഞ്ഞു വേഗം പറയൂ, തുടങ്ങിയിട്ടില്ലല്ലോ. ഓ ഗുഡ് സ്റ്റോറീസ്. പാറമട കേൾക്കണമെന്ന് ജമ്മു എൻ്റെ കെട്ടിയൻ. ഞാൻ പറഞ്ഞില്ല പാറമട കഥയുണ്ട് എനിക്ക്. എന്നെ അങ്ങനെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്, ബിജിയുടെ പാറമട, അങ്ങനെയാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. അത് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ഒരു കഥയാണ്. അവർക്ക് അത് ഒന്നുകൂടെ കേൾക്കണം എന്നൊരു ബോധി. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ആക്കി കൊടുക്കാം. അങ്ങനെ ജമ്മു കേക്ക് നൈരം ഉണ്ടായിരുന്നു. ഇനി തെറി ഞാൻ പറയും.